ഹലോ, ഇന്ന് നമുക്കൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് പോവുക കേട്ടോ. എന്തായാലും നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഓടിപ്പോവുക കേട്ടോ. ഞാൻ ഫ്രഷായി ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഷീബാമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി ആയിട്ട് എൻ്റെ കൂടെയുള്ള അപ്പോൾ അമ്മച്ചി മുമ്പിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അച്ഛന്മാർ വന്നിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതാട്ടോ ഞങ്ങൾ പോണ വഴി. അപ്പോൾ എന്തായാലും അമ്മച്ചിയും ഞാനും പോകുവാണ്. അപ്പോൾ അമ്മച്ചിയുടെ ചുരിദാർ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വീട്ടിൻ്റെ ഗേറ്റ് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ആ ഒരു വലിയ വീട്ടിലാട്ടോ നമ്മൾ പ്രാർത്ഥനായോഗത്തിന് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ചെന്നപ്പോൾ തന്നെയാണ് അച്ഛന്മാരും വന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് പ്രാർത്ഥനായോഗമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു പട്ടിക്കുഞ്ഞുണ്ട് കേട്ടോ. പട്ടിക്കുഞ്ഞല്ല, അത്യാവശ്യം വലിയൊരു പട്ടിയാണ്. ഒരു ഡോഗുണ്ട്. അപ്പോൾ അതിന് എനിക്ക് നല്ല പേടിയാട്ടോ, അതുകൊണ്ട് ഞാൻ സൈഡ് ചേർന്നാട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുവാണ്. ഷീബാമ്മ അമ്മച്ചി മുമ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ വെയിൽക്കുളമ്പ് കണ്ടു കേട്ടോ, നമ്മുടെ പർപ്പിൾ കളറ്. അപ്പോൾ ഇതാട്ടോ അത്, എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു പൂവ്. അപ്പോൾ അമ്മച്ചിയും ഷീബാമ്മയും മുമ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വഴി നിങ്ങളെ കാണിച്ചില്ലല്ലോ, കണ്ടാലോ? വാ. അപ്പോൾ ഇതാട്ടോ നമ്മൾ വന്ന വഴി. അത് കഴിഞ്ഞ് ആകാശം കാണാൻ എന്ത് ഭംഗിയാലേ. എനിക്കതായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ ഒരു ഗോൾഡൻ കളർ പോലെ തോന്നി. ഈ പൂ എന്ന് വെച്ചുമ്പോൾ വീഡിയോ എടുത്താണ്. ഈ പൂ കാണാൻ എന്ത് ഭംഗിയാലേ. നമ്മുടെ ഫാമിലി ഫ്രണ്ടായ റോസിനമ്മയുടെ വീട്ടിലെ പൂവാട്ടോ ഇത്. എനിക്കതായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നടന്നു പോയപ്പോഴാണ് ദേ ആകാശം കാണാൻ എന്തൊരു ഭംഗിയാ. വാവ്, നിങ്ങളൊന്ന് നോക്കിക്കേ, എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതൊക്കെ കണ്ടു. ഇവിടെ കപ്പത്തോട്ടാണ്, അവിടെ സണ്ണുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കളറൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നടക്കുക കേട്ടോ. അപ്പം ഷീബാമ്മയുടെ വീട്ടിലെ പണികളൊക്കെ കാണിച്ചിട്ടില്ലായിരുന്നോ? തേപ്പ് തുടങ്ങി കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി കയറിയതാണ് ഗൈസ്. വീടിൻ്റെ അകത്തേക്ക് കയറി ഫുള്ള് ഇരുട്ടാണ് ഗൈസ്, ലൈറ്റൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് വീഡിയോ ശരിക്കും കാണാൻ പറ്റിയെന്ന് വരില്ല, അതിനൊന്നും പറയരുത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം കുറച്ച് ഇതൊക്കെ കാണാൻ പറ്റുമായിരിക്കും. നിങ്ങൾ അതൊക്കെ ഒന്ന് കാണണേ. അത് കഴിഞ്ഞ് ഞാൻ ആ ചേട്ടന്മാർ ഇരിക്കാൻ വെച്ച് പലകയിലൊക്കെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചിരി വരുന്നു ഗൈസ്. ഞാൻ എവിടെ വേണമെങ്കിലും കയറി ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാട്ടോ അത് കഴിഞ്ഞ് ഷീബാമ്മ മോട്ടർ അടിക്കാൻ പോവുകയാണേ. അപ്പോൾ അമ്മച്ചീനോട് ഹായ് ഒക്കെ പറയാൻ പറഞ്ഞ അമ്മച്ചി ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ സാധനത്തിൻ്റെ അടിയിൽ കൂടെ ഞാൻ കുനിഞ്ഞു പോകണം, അതാണ് ടാസ്ക്. അപ്പോൾ നമുക്ക് പോകാം. തലയിടിച്ചാൽ എല്ലാം തീർന്നു. അപ്പോൾ നമ്മൾ പയ്യെ പോവുകയാണ്. ഞാൻ ഇച്ചിരി മാലയാണ് നിവർന്നത്. എങ്ങാനും തലയിടിച്ചാലും ഈ സാധനത്തിൻ്റെ അടിയിൽ കൂടെ ആയിട്ട് ഞാനിപ്പോൾ കുനിഞ്ഞു പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇത്ര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചുമപ്പാണോ പിങ്കാണോ വെള്ളയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പംസി ഷിബാമ്മ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാലൊക്കെ ഒന്ന് ചുമ്മാ കഴുകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അപ്പം വന്നപ്പോൾ മുട്ട ബജി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ആ മുട്ട ബജിയൊക്കെ തിന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടേ മുട്ട ബജിയും മുളക് ബജിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.